Hi guys, good morning. So once again welcome back to Travel with Sini Roshin. So ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വന്നപ്പം ഒരു 11 മണിയൊക്കെ ആയി. ഇപ്പം രാവിലെ സമയം 7 മണിയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ബാലിയാണ്. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഉളുവാട്ടു ആണ് കേട്ടോ. ഉളുവാട്ടു സൈഡ് എന്ന് പറയുമ്പം സൗത്ത് സൈഡ് ആണ്, ബാലിയുടെ സൗത്ത് ബാലിയാണ് ഇന്ന് പോകുന്നത്. അപ്പം നമുക്ക് ഇന്നലെ കുമാരി വില്ലയിൽ നമ്മൾ സ്റ്റേ ചെയ്തു. കുമാരി വില്ലയിൽ നിന്ന് നമുക്ക് അറൗണ്ട് 1 hour ഉണ്ട്, മീൻസ് ഉളുവാട്ടുവിലെത്താൻ. ഉളുവാട്ടുന്ന് പിന്നെ ഓരോരോ സ്ഥലത്തോട്ടായിട്ട് പോകണം. ഇന്നലെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന ദേവ തന്നെയാണ് ഇന്നും വരുന്നത്. അപ്പം പുള്ളി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് വരാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് 11 മണി വരെ നമുക്കിവിടെ നിൽക്കാം. 11 മണിക്കാണ് നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം. 1 ഡേ മാത്രമല്ലേ നമ്മൾ ഈ കുമാരി വില്ല ബുക്ക് ചെയ്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കുമാരി വില്ലയിൽ നിന്ന് 1 minute ഡിസ്റ്റൻസ് ഉള്ള ഒരു വില്ലയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. കംപോയിങ് സായ എന്ന് പറഞ്ഞിട്ട്. സോ നമ്മളിവിടെ ചെക്കൗട്ട് ചെയ്യുമ്പം നമ്മൾ ലഗേജ് എടുത്തിട്ട് പോകും. എന്നിട്ട് നേരെ കംപോയിങ് സായിൽ പോയിട്ട് അവിടെ നമ്മൾ എന്താ പറയുക, ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം പിന്നെ ബാക്കി സ്ഥലത്തോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അവർ ഓൾറെഡി പറഞ്ഞിരുന്നു ലഗേജ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ചെക്ക് ഇൻ ടൈം 2 o'clock ആണ്, പക്ഷേ ലഗേജ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. സോ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എന്നെ റോഷൻ ഓൾറെഡി പൂളിലൊക്കെ ചാടി കോഫിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. So guys, once again back to another episode of Travel with Sini Roshin. അപ്പോൾ ഗൈസ്, ഇതേ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ റോഷൻ ഓൾറെഡി പൂളിലൊക്കെ ചാടിയിരിക്കുകയാണ്. ഇവിടെ കാഫിയൊക്കെ കുടിച്ചു. നമ്മളിനി റെഡി ആയിട്ട് നമുക്ക് പോകണം. ദേവ 9 മണിക്ക് വരും. സോ ഇത് നമ്മുടെ കുമാരവില്ലയുടെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ ആണ്. ഐ മീൻ, ഇവിടെ ബാലി ഒരു ഹിന്ദു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ ഹോട്ടലിലും അതുപോലെ എല്ലാ സ്ഥലത്തും കുറേ അമ്പലങ്ങളും ഇതുപോലെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാവും. നമ്മുടെ റിസപ്ഷനിസ്റ്റ് പ്രേ ചെയ്യുവാണ്. So yeah, this is Karan. She is the receptionist, right? Yes, of Kumari Villa. Thank you for your stay here. Thank you so much. And I'm really so happy you stayed here. She's very nice and friendly. ഡ്രൈവർ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ കുമാരി വില്ലയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കുമാരി വില്ലയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കെമ്പാങ് സൈനിൽ പോയിട്ട് നമ്മൾ ലഗേജ് എല്ലാം വെച്ചു. 9 മണിക്ക് ദേവയെടുത്ത് വരാൻ പറഞ്ഞ്. ബട്ട് ദേവ എത്തിയപ്പം 10 മണിയായി, കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു എന്നാണ് പറഞ്ഞ്. ആൻഡ് നമ്മൾ കുമാരി വില്ലയിൽ നിന്ന് ഇപ്പം നേരെ നുസാ ഡുവയിലുള്ള വാട്ടർ ബ്ലോയിലോട്ടാണ് ആദ്യം പോകുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് അറൗണ്ട് 1 hour എടുത്തു, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബട്ട് അധികം ലേറ്റ് ആയൊന്നുമില്ല. ഇന്ന് ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ദാഹം ഉണ്ടായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ ആദ്യം പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്. വിശപ്പിനേക്കാൾ കൂടുതൽ ദാഹമുണ്ട്. India. What's your name? Good color, no. Three color, yeah. Yeah, what color you want? Four color. Oh, 4 And color. this one? Petang warna wa are. And this one? Beautiful, yeah. ഇത് രസമുണ്ട് അല്ലേ? അതും രസം. ബട്ട് അതുപോലത്തെ ഇല്ലായിരുന്നു. This nice. അല്ല, കറുപ്പ്. All nice. എത്ര Yes. How much is this? And this one 100,000. 100? Yeah. No discount. അതിനോട് The ചോദിക്കും. sarong dress. No nice. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ തൊപ്പി വളരെ അത്യാവശ്യമായതുകൊണ്ട് ഒരു തൊപ്പി വാങ്ങിക്കാൻ കയറിയതാണ്. ഇപ്പോൾ ഒരു സെറോങ് എന്ന് പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ അത് നമ്മുടെ അമ്പലത്തിലെല്ലാം പോകുമ്പം
ധരിക്കേണ്ട ഒരു മുണ്ട് പോലത്തെ ഇവിടെ ബാലിയുടെ ഒരു കോസ്റ്റ്യൂം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയില്ല. സോ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു ഇളനീര് വാങ്ങിച്ച് കുടിച്ച് ദാഹം തീർത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡിന് വേറെ എവിടെയെങ്കിലും കഴിക്കണം. അപ്പോൾ ഗൈസ് ഒരു കാര്യം പറയാം. നമ്മൾ ബാലിയിൽ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ടൂറിസ്റ്റ് എന്നാണ് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് അവർ ഭയങ്കരമായിട്ട് കാശ് പറയും ഓരോ സാധനം മേടിക്കുമ്പോഴും. ഓക്കെ, ബാലിയുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ടൂറിസമാണ്. അവരുടെ മൊത്തം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടൂറിസത്തിലാണ്. സോ അവർ മാക്സിമം അതിൽ നിന്ന് അവർക്ക് എത്രത്തോളം ഏൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവർ ഏൺ ചെയ്യാന്നുള്ളതാണ്. അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. സോ നിങ്ങളൊരു സാധനം മേടിക്കുമ്പം അവർ നമ്മളോട് ഒരു റേറ്റ് ആദ്യം പറയും. എന്നിട്ട് അവർ പറയും നോ യു ക്യാൻ ബാർഗെയിൻ എന്ന് പറയും. അങ്ങനെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ അത് സാധനം മേടിക്കാൻ. നമ്മളിപ്പോൾ ആദ്യം നമ്മുടെ അടുത്ത് ഒരു റേറ്റ് പറയുകയാണെങ്കിൽ, ആദ്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 20,000 ഒരു സാധനത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലത്തെ റേറ്റും അല്ലെങ്കിൽ UK റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ആ സാധനത്തിന് ബാലിയിൽ അതിലും ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ബാർഗെയിൻ ചെയ്യാനായിട്ട്. സോ ഇത് ചീപ്പാണ്, നമുക്ക് നാട്ടിൽ ഇത്രയും കാശിന് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓടിപ്പോയി കാശ് കൊടുത്ത് വാങ്ങിക്കരുത്. ഓക്കെ, സോ അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ നമ്മളിതേ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ന്യൂസാഡുവിലേക്ക് മിനി വാട്ടർ ബ്ലോയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടന്നിട്ട് 13 മിനിറ്റ് നടക്കാനുള്ളൂ. പക്ഷെ 13 മിനിറ്റിൽ അവിടെ എത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 13 മിനിറ്റ് നടക്കാനുള്ളതിൽ ഇങ്ങനെ ഓരോരോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ അവർ അത്രയും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗൂഗിൾ മാപ്പിൽ വാട്ടർ ബ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കാണിക്കുന്നത്. പക്ഷെ ദേവ പറഞ്ഞു ഈ വഴിയാണ് പോകേണ്ടതെന്ന്. സോ ഓക്കെ, പുള്ളി ഡ്രൈവറാണ്, പുള്ളിക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ പുള്ളിനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വാട്ടർ ബ്ലോ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല എത്തിയത്. അതൊരു ക്ലിഫിലായിരുന്നു എത്തിയത്. ബട്ട് ഇറ്റ് വാസ് നൈസ്. ലൈക്ക് നല്ലൊരു വ്യൂ ആയിരുന്നു. നല്ല കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ഭയങ്കര ബ്ലൂ ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ബ്ലൂ കളർ സീ ഉള്ള അല്ലെങ്കിൽ ബ്ലൂ കളർ വാട്ടറുള്ള കൺട്രീസിലൊരു കൺട്രിയാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാട്ടർ ബ്ലോയിലോട്ട് തിരിച്ച് 13 മിനിറ്റ് നടക്കണം. സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഷൻ പറയുമായിരുന്നു ലൈക്ക് ശരിക്കൊരു മിനിമം ഒരു മാസമെങ്കിലും വേണം ബാലി കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ വന്നിട്ട് തന്നെ മോർ ദാൻ 1 hour-ആയി. എന്നിട്ട് നമ്മൾ വാട്ടർ ബ്ലോയിൽ എത്തിയിട്ടില്ല. കാരണം അങ്ങോട്ട് നടക്കുമ്പോൾ മീൻസ് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കണ്ട് നമ്മളത് കണ്ട് ആസ്വദിച്ച് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അത്രയും സമയം വേണം നമുക്ക് ഓരോ സ്ഥലത്തും സ്പെൻഡ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, കഫേസൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുക. ഇതൊരു ബീച്ച് ക്ലബ്ബാണ്. ആക്ച്വലി എനിക്കത് അപ്പം അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു ഹിഡൻ ബീച്ച് പോലെ എന്തെങ്കിലും ആയിരിക്കും എന്നായിരുന്നു. ബട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, പറയാതിരിക്കാൻ വയ്യ. ന്യൂസാഡുവയിൽ വാട്ടർ ബ്ലോ കാണാൻ വന്നതാണ് കേട്ടോ. സോ വാട്ടർ ബ്ലോയിലോട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ സൈഡിലായിട്ട് കണ്ട ഒരു വ്യൂ ആണ്. വെരി നൈസ്. എന്ത് രസമാണ് കാണാൻ. ആ വെള്ളത്തിൻ്റെ കളറും നല്ല രസമുണ്ട്. ബാലിയുടെ ഈ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ബാഗ് വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ബാലിയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് കുറേ നോക്കി വെച്ചിട്ട് പോയ ഒരു സാധനമാണ്. അപ്പോൾ ഇതവർ എന്നോട് 200,000 പറഞ്ഞു. ബട്ട് ഞാൻ കൊടുത്തത് എത്രയാണെന്നറിയാം, ജസ്റ്റ് 60,000. സോ അത്രയേ ഉള്ളൂ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ.
അതൊരിക്കലും അവരിത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും കുറവ് കൊടുത്തല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം അതിനത്രേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ലൈക്ക് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മീൻസ് റേറ്റൊക്കെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള പ്ലേസസ് ഉണ്ടാവുമല്ലോ, അവിടെ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് റേറ്റ് അറിയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ കാശ് കൊടുത്ത് മേടിക്കരുത്. ഇതിൻ്റെ ഇടയിൽ എന്തിനാണ് ഒരു പോർട്രേറ്റ് വീഡിയോ കണ്ട് തള്ളിക്കയറ്റിയതെന്ന് ചോദിക്കരുത്. അതിനൊരു കാരണമുണ്ട്. കാരണം അത് കുറച്ചുകൂടി നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മളുള്ളതാണ് വാട്ടർബ്ലോ നുസാഡുവ. ശരിക്കും ഇപ്പോൾ ടൈപ്പ് കുറവാട്ടോ, ലോ ടൈഡാണ്. അതുകൊണ്ട് നമുക്ക് വാട്ടർബ്ലോ ശരിക്കും കാണാൻ പറ്റില്ല. ശരിക്കും ഈവനിങ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ശരിക്കും ഇവിടെ ഇവിടെ എല്ലാം വെള്ളം വരും. കണ്ടില്ല, ഇവിടെയൊക്കെ കുറേ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം വേവ്സ് കുറവാണ്. ഇവിടെ വരെ വരും. അപ്പം നമ്മൾ ലാൻഡ്സ്കേപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മോർ ദാൻ ആൻ അവർ വെയിറ്റ് ചെയ്തു ആ ഒരു വാട്ടർബ്ലോ കിട്ടാനായിട്ട്. അത് കിട്ടിയില്ല. സോ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു വാട്ടർബ്ലോ വന്നത്. അപ്പം നമ്മൾ പോർട്രേറ്റിൽ റെക്കോർഡായിപ്പോയി. ബട്ട് എനിക്കത് നിങ്ങളെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പോർട്രേറ്റ് ആണെങ്കിലും ഞാൻ ആഡ് ചെയ്തത്. സോ നിങ്ങൾ വരുവാണെങ്കിൽ ഈവനിങ് പോവാൻ ട്രൈ ചെയ്യുക. ഓക്കെ, സോ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് വന്ന് അത്രയും ദൂരം നടന്ന് നമ്മൾ കാറിൽ ഈ നെക്സ്റ്റ് പോകുന്നത് നമ്മൾ ഗരുഡ വിഷ്ണുവിലോട്ടാണ്. ഭയങ്കര വിശപ്പുണ്ട്, കാരണം രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ആക്ച്വലി നമുക്ക് വാട്ടർബ്ലോൻ്റെ അവിടെ ഒരു ഡ്രോൺ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് അത് നടന്നില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് രാവിലെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മൾ കുമാരി വില്ലയിലെ ഡ്രോൺ ഒന്ന് പറത്തിയപ്പം ചെറുതായിട്ട് അതൊന്ന് ക്രാഷായി. അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സീ സൈഡിൽ യൂസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് വീഡിയോ എടുക്കാതിരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഗരുഡ വിഷ്ണുവിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ കൂടെ ഉള്ളത് ദേവയാണ് നമ്മളെന്നാൽ കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. സോ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഗരുഡ വിഷ്ണു സ്റ്റാച്യു കാണാൻ പോകുന്നുണ്ട്. അതിന് ശേഷം ന്യാങ് ബീച്ച് ആൻഡ് ഉൾവാട്ടു ടെമ്പിൾ, അതൊക്കെയാണ് ഇന്നത്തെ ഐറ്റിനറി. ഇതിൽ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് അതെല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് നിങ്ങളെ അത്രയും ബോറടിപ്പിക്കാൻ താല്പര്യമില്ല. ആൻഡ് സോ ബാക്കിയുള്ളതെല്ലാം ഞാൻ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കുറച്ചായിട്ട് ഇടാം. സോ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഇടാനാണ് താല്പര്യം. സോ അതുതന്നെയാണ് കാണുന്നവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ അധികം ലെങ്തി ആയിട്ടുള്ള വീഡിയോ അധികം കാണാറില്ല. കുറച്ചായിട്ടുള്ള വീഡിയോസാണ് ഞാൻ കാണുന്നത്. സോ അതുപോലെ ആയിരിക്കും എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എനിക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ആൻഡ് സജഷൻസൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോ കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. സോ താങ്ക് യു സോ മച്ച്. So see you again in next video. So stay tuned, stay happy, stay safe. Bye bye.